സോ ഗൈസ് അങ്ങനെ നമ്മൾ മൈൻക്രാഫ്റ്റിലെ വീണ്ടും കയറിയിരിക്കുകയാണ്. സോ ഗൈസ് ഇത് മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറിൻ്റെ പാർട്ട് 2 ആണ്. അപ്പം നമ്മളിത് ഇപ്പോൾ ഡേ 5 ആണിത്. സൈഡിൽ കാണാൻ പറ്റും. അതേ പഴയമാരെ വീട് ഞാൻ പ്രത്യേകിച്ച് മാറ്റം വരുത്തിയെന്ന് പറയുകയാണെങ്കിൽ ഓഫ് ക്യാമറയിൽ ഞാൻ ഇവിടെ താഴത്തിരി കോബിൾ സ്റ്റോൺ വെച്ചു. പിന്നെ ചെസ്റ്റിൽ 15 അയം കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കോള്, പിന്നെ ഈ ലെതറിൻ്റെ ആർമർ എവിടെയാണെന്ന് വിചാരിക്കും. അതൊരു സോമ്പിനെ വന്നപ്പോൾ കിട്ടിയതാണ്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഓഫ് ക്യാമറയിൽ. ഇനിയിപ്പോൾ ഈ എപ്പിസോഡിൽ നമുക്ക് വേണമെങ്കിൽ അയൺ ആർമർ വെച്ചിട്ട് അയം വെച്ചിട്ട് നമുക്ക് ആർമർ ഉണ്ടാക്കാം. അതിനായിട്ട് ഇത് ഉരുക്കാൻ വയ്ക്കാം. ഓക്കെ, അത് അയണോട് ഒരുക്കട്ടെ. നമുക്ക് കുറച്ച് ഫുഡിൻ്റെ ആവശ്യമുണ്ട്. വീട് കത്തും ഇങ്ങനെയാണെങ്കിൽ. ടോട്ടൽ നമ്മുടെ കയ്യിൽ 16 അയണാണ് ഉള്ളത്. പിന്നെ ഞാൻ ഇതിൻ്റെ താഴേക്കാണ് പോയിട്ടാണ് മൈനിങ് പിന്നെ പോയത്. അവിടെ പോയിട്ട് കുറച്ച് മൈനിങ് ചെയ്യുമ്പോഴേക്കും ഒരു കേവ് എത്തിയപ്പോൾ ഞാൻ പേടിച്ചിട്ട് തിരിച്ചോടി. പറയാൻ പറ്റില്ല, ഹാർഡ് കോറല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. പിന്നെ ഒരു ലെഗിൻസ്, ഒരു ബൂട്ട്, പിന്നെ ഒരു പിക്കാസ്. ഓക്കെ, അതെല്ലാം സെറ്റായിട്ടുണ്ട്. പിക്കാസ് ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോഴേക്കിൻ്റെ അയൺ തീർന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ ഇതിൽ വയ്ക്കാം. പിന്നെ കുറച്ച് കോപ്പർ കുറേ കിട്ടി, പക്ഷെ അധികം എടുത്തില്ല, കുറച്ച് എടുത്തോളൂ. ഒരയ്യം ബാക്കിയുണ്ട്. നമുക്ക് ഷീൽഡ് എങ്ങാനും പൊട്ടുമ്പോൾ എടുക്കാം. ഇനി ഷീൽഡ് അയച്ചില്ല. നമുക്ക് ഈ ഗോൾഡിൻ്റെ ഇത് പൊട്ടിച്ചെടുക്കാം. നെതർ റിപ്ലൈ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും നമുക്ക് പതിയെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി. അയ്യോ, അവിടെ മണ്ടത്തരം കാട്ടി. ഞാൻ അയൺ പിക്കാസ് വെച്ചല്ല പൊട്ടിച്ച, പെട്ടെന്ന് സ്റ്റോൺ പിക്കാസ് വെച്ച് പൊട്ടിച്ചത്. ട്രേഡർ എന്തിട്ടാണോ തരണേ? ഒരു എമറാൾഡിന് ഇതെന്തൊരു ഡയ്യ, എന്തിട്ടാണ് അവിടെ ഒന്നും നല്ലോണം തേരണില്ല. അടി നായ ഒറ്റ വഴിയുള്ളൂ ഇതിനെ കത്തിക്കാൻ. നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരാളെ കത്തിക്കാം. അവിടെ അത് ഇൻവിൻസിബിളായി. മറ്റേ പോർഷൻ ഇട്ടു ആടാകും സ്വയം. പക്ഷെ നമുക്ക് ഈ വള്ളി മറ്റേത് കാണുമ്പോൾ അറിയില്ല ആളെവിടെയാണ്. ആട് ചത്തുണ്ട്. ഇവർ രണ്ടുപേരും നമ്മുടെ സ്വന്തം. രണ്ടുപേരെയും കൊണ്ടുപോകും നമുക്ക് വീട്ടിലേക്ക്. ഓക്കെ,
വീടിൻ്റെ അകത്ത് നമ്മൾ പുറത്തു പോകുമ്പോൾ ഒരു കാവലുണ്ട്. അയ്യോ പൊനി കിടന്നുറങ്ങട്ടെ. ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ഒറ്റയടിക്കൊരു ക്രീപ്പർ ഒന്ന് പൊട്ടി. നല്ല കുട്ടപ്പന്മാരി ഇരുന്ന വീട് ഇപ്പൊ എങ്ങനെയെന്ന് നോക്കിയത്. ചെയ്തത് ശരിയായില്ല എന്തായാലും. ക്രീപ്പർ ഒരു വില്ലേജ് തപ്പിയിട്ട് പോവാം. എന്തായാലും അതവിടെ ഇരിക്കട്ടെ. നമുക്ക് എന്തായാലും ഈ വഴി ഒന്ന് പോയി നോക്കിയിട്ട് വരാം അവിടുത്തെ സ്ഥിതി എങ്ങനെയാന്ന്. ഈ അടുത്ത് വല്ല പ്ലെയിൻ സ്ഥലത്ത് വല്ല വില്ലേജ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. ഈ സാധനം ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ആയിട്ട് വില്ലേജ് എനിക്ക് കിട്ടാറുണ്ട്. ഇവിടെ വേറൊരു ഇവിടെ ചെറിയ ബ്ലോസത്തിന്റെ ഇത് ട്രീസ് ഇവിടെയും വേണ്ടു. പൊന്നോ, അടുത്തടുത്തായിട്ട് കുറേ ഉണ്ടല്ലോ ഇത്. നമുക്ക് എന്തെങ്കിലും അപ്പുറത്തെ സൈഡിലേക്ക് പോകേണ്ടി വരും. ഇവിടെ ഫുള്ള് ഇങ്ങനത്തെ എന്തൊക്കെ തേങ്ങയായിട്ട് ഇതാകെ. ഇവിടെ ഒന്നും വില്ലേജ് കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് എനിക്കിപ്പോൾ കണ്ടപ്പോൾ ഈ പ്രദേശത്തായിട്ട്. നമുക്ക് ലീഷ് കൊണ്ടുപോവാം. വാ, 2 കുതിരയുണ്ട്, 2നെയും കൊണ്ടുപോകണം. തൽക്കാലം ഒരെണ്ണത്തെ കൊണ്ടുപോകാം. വാ. ഓക്കെ, എവിടെയായിട്ട് അതിനെ കെട്ടിയിടാം. അല്ലെങ്കിൽ പിന്നെ ഒരു ബോട്ട് ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ട് യാത്ര പോയാലോ. ഗൈസ്, ഈ വീഡിയോയിൽ ഫുള്ളൊരു എക്സ്പ്ലോറിങ് ആണ്. നമ്മൾ കൂടുതൽ വല്ല സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാണ്. എങ്കിലും നമ്മൾ ചാവാൻ പോകണേ അപ്പം ഈ എൻചാൻറ്റഡ് ഗോൾഡൻ ആപ്പിളാണ്ട് തിന്നുക. വേറെ പ്രശ്നമൊന്നുമില്ല. സ്ഥലം ഓർമ്മയുണ്ടാവാമോ പോയിട്ട്? എനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമുള്ള ആളാണ്. ഈ വഴിയാണ് നമ്മൾ വന്നത് തുടക്കത്തെ ആദ്യത്തെ എപ്പിസോഡിൽ. ഇതേ നമ്മൾ കുത്തിയ ടോർച്ച്. ഈ സൈഡിലൊന്നും ഇല്ല വില്ലേജ്. നമ്മളിനി കിടക്കും ഇതൊക്കെ ആയിട്ട് നമുക്ക്. ഞാൻ എന്തായാലും വീട് വിട്ട് പോവാം. ആ കുതിരനെയും കൊണ്ടുപോകാം. കുതിര എവിടെ? കുതിരനെ കയറ്റിയെടുത്ത് എങ്ങനെ ചെയ്യാം? ഇവിടെ കുതിര പോയാ? കുതിര എവിടെ പോയിടാ? ദേ നിക്കണം. ലീഡ് എവിടെയാ? അയ്യോ, അറിയാടിച്ച അതിൻ്റെ ഉള്ളിൽ വല്ലാത്ത കഷ്ടായാലോ. അവിടെ ഇത് എങ്ങനെയാണ് അറിയാണ്ട് അടികൊള്ളണേ? എന്നൊരു കാര്യം ചെയ്യാം, ഇവിടെ കെട്ടിയിടാം അതിനെ. സോ ഗൈസ്, വില്ലേജ് തപ്പി വന്നിട്ട് കിട്ടിയത് നോക്കിയേ. ഇതിൻ്റെ പേര് എനിക്കറിയില്ലട്ടോ. മറ്റേ കുറേ എണ്ണം അവിടെ നിൽക്കുന്നുണ്ടാവും. എന്തായാലും അവിടേക്ക് പോയാൽ മിക്കവാറും നമ്മൾ ചാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതിവിടെ ഉള്ള സ്ഥലത്ത് നമുക്ക് എന്തായാലും കുറച്ച് വില്ലേജൊക്കെ കാണാറുണ്ട് ഞാൻ. ആ വഴി പോയാൽ ചിലപ്പോൾ ഒരു വില്ലേജ് കിട്ടും. ഈ വഴി മൊത്തം കടല. ഇവിടെ ഡിസേർട്ടായി തോന്നുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനെന്തായാലും അപ്പോൾ റിസ്ക് എടുത്തിട്ട് ആ വഴിയിലൂടെ പോയി നോക്കിയിട്ട് വരാം വല്ല വില്ലേജ് കിട്ടുമെന്ന്. സോ ഗൈസ്, നമുക്ക് എന്തായാലും ഈ വഴിയിലൂടെ പോകാം. ഇത് വെള്ളത്തിലുള്ളതാ. ഇതിൽ ആൾക്കാരില്ലേ?
അതിനുശേഷം ഒരു വില്ലേജ് കണ്ടുപിടിച്ചേക്കാട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ മറ്റേ ചെറിയ ബ്ലോസത്തിൻ്റെ മറ്റേ ബയോമുണ്ട്. സോ ഗൈസ് ഈ സ്ഥലം വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യത്തെ എപ്പിസോഡിൽ ആ വഴിയിലൂടെ വന്നിട്ട് അവിടെ ഒരു ടോർച്ച് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഈ വഴിക്ക് വരാണ്ട് ആ വഴിയിലൂടെ പോയപ്പോഴാണ് ചെറിയ ബ്ലോക്സ് എന്ന് പറഞ്ഞ ബയോമ അവിടെ കിട്ടിയത്. അതിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ വില്ലേജ്. ഞാൻ ഇത്രയും നേരം തിരഞ്ഞു കിടന്നു. ഇവിടെ തന്നെ ആയിട്ടൊരു വില്ലേജ് ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാം വില്ലേജ്. ഇവിടേക്ക് ജസ്റ്റ് ഒന്ന് വന്നെങ്കിൽ ഈ വില്ലേജ് കാണാമായിരുന്നു. തേങ്ങ നമുക്കിന് എന്തായാലും അപ്പുറത്തേക്ക് കിടക്കണം. ഇവിടെ നിന്നൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതെ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു വില്ലേജ്. എന്തായാലും നമുക്ക് എന്തായാലും ഇതൊക്കെ ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, അതെ ഗോൾഡ് അത്യാവശ്യമുണ്ട്. പൊട്ടാറ്റോ, ബ്രെഡ്, കുറേ സാധനമുണ്ട്. ആപ്പിൾ എടുക്കാം. നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് എടുക്കണം എന്നില്ല, ഇതിൽ തന്നെ വെച്ചാൽ മതി. ഭാവിയിൽ നമുക്ക് എടുത്താൽ പോരാ. എന്തായാലും ഇതിലേക്ക് ഒന്ന് കാട്ടി തരാം. അയ്യോ സോമ്പിടാ ഈ വില്ലേജറും ചെയ്യാടാ. ഇനി ഇവിടുത്തെ വില്ലേജിൻ്റെ ഗാർഡിയൻ. ഓക്കെ ഈസ, നമ്മളെന്തായാലും വില്ലേജ് ഒന്നും നശിപ്പിക്കണില്ല. ചെസ്റ്റിൽ എന്തിട്ടൊക്കെയാ നോക്കാം. ബൂട്ടാണ്. പിന്നെ എവിടെയാ വില്ലേജ്? കണ്ടിട്ടൊരു ചെറിയ വില്ലേജ് മാതിരി തോന്നുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇത്ര മതി. ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. പിന്നെ ഇവിടെ ഇതുണ്ട്. ഈ സാധനം നമുക്ക് ഇപ്പം എടുക്കണമെന്നില്ല. അയൺ കോല ഇവിടെ ഇരിക്കട്ടെ. അതിനിപ്പോൾ തല്ലിക്കൊല്ലൊന്നും വേണ്ട. അവിടെ ആവശ്യത്തിന് അയണുണ്ടല്ലോ. ഇത് വലിപ്പമുള്ളത് തന്നെയാണ് കേട്ടോ. ആപ്പിള് തന്നെ കേട്ടോ. തീരെ ഫുഡില്ല. ഇവിടെ ആയിട്ടൊരു വീട് വെച്ചാൽ നൈസാവില്ലേ ആ മരത്തിൻ്റെ ഇടയിൽ. വില്ലേജ് ഒന്നും കാണുന്നില്ല. ഇവിടെ കാണുന്നതുള്ളൂ വില്ലേജ്. ചെറിയ വില്ലേജ് പക്ഷെ സീനില്ല. നമ്മളെന്തായാലും ഒരു വില്ലേജ് കണ്ടുപിടിച്ചല്ലോ, അത് മതി. അപ്പോൾ ഈ വീഡിയോ എടുക്കാനായിട്ട് കുറേ സമയം എടുത്തുട്ടോ ഈ വില്ലേജ് കണ്ടുപിടിക്കാനായിട്ട്. എങ്ങനെ പോലൊരു 1.5 മണിക്കൂർ ആയുള്ളൂ സാധാരണ പറയുകയാണെങ്കിൽ. 1.5 മണിക്കൂർ എടുത്തു. പക്ഷേ എന്തായാലും നമ്മുടെ ബെഡ് ഇവിടെ ഇട്ട് കിടന്നുറങ്ങാം. തൽക്കാലം നമുക്ക് ഇവിടെ കിടന്നുറങ്ങാം. ഓക്കെ, ഇനി ഭാവിയിൽ നമുക്കൊരു ബ്രീഡർ ഉണ്ടാക്കണം, ഒരു അയൺ ഫാം ഉണ്ടാക്കണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ തൽക്കാലം ഇപ്പോൾ കിടന്നുറങ്ങാം. വീട് ഇപ്പോൾ ആ ഭാഗത്ത് തന്നെ വെച്ചോണ്ടും സീനില്ല. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് അടുത്തായിട്ടും വെക്കാം. എന്താണെന്ന് വെച്ചാൽ വലിയ ദൂരമില്ല. ഞാൻ നോക്കുകയാണെങ്കിൽ ആ വീട്ടിൽ നിന്ന് ഇവിടേക്ക് എന്തായാലും നൈസായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവരുടെ എന്തിനാ ട്രേഡ് എന്നൊക്കെ നോക്കി നോക്കാം. 20 വീറ്റ് കൊടുത്ത് ഒരു എമറാൾഡിന് 6 ബ്രെഡ്. അതിൽ നമുക്ക് എടുക്കാം. 2-3 ഒരു 6 വീട് അങ്ങോട്ടുള്ളൂ. പിന്നെ ഇതാണ് ഇത് ലെതറിൻ്റെ. അതല്ലാണ്ട് വേറെ ആൾക്കാരില്ലേ? അതിവിടെ ഇല്ലാന്ന് തോന്നുന്നുണ്ടല്ലോ ഈ വില്ലേജിൽ. എന്തായാലും നമുക്ക് സാധനങ്ങൾ ഭാവിയിൽ ഉണ്ടാക്കാം. സോ ഗൈസ്, ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഫുള്ളൊരു എക്സ്പ്ലോറിങ്ങും പിന്നെ വില്ലേജ് കണ്ടുപിടിക്കാനായിരുന്നു മെയിൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.